കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഈ ശുശ്രൂഷ അതാത് രാജ്യങ്ങളിലും ദേശവ്യാപകമായി പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരത്തിൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ അമ്മേ, പരിശുദ്ധമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ആലപ്പുഴയിലെ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടു. ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞു. പക്ഷേ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത് അതിലൊരു കാര്യമാണ്. എന്താ? അവളുടെ സിക്ക് ബെഡിൽ ഇരുന്നുകൊണ്ട് ഈശോ അവളോട് സംസാരിച്ചു. എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? പിതാവിനോട് സ്നേഹം വേണം. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞുപോയി. അവരുടെ മുഴുവൻ സാക്ഷ്യങ്ങളെ മുദ്രവെക്കുന്ന ഒരു സന്ദേശമാണത്. അമ്മ ഈശോയും അമ്മയോ ഇപ്പോഴും നമ്മളും ഒക്കെ ചെയ്യണത് എന്താ? പിതാവിൻ്റെ ജോലിയാണ് ചെയ്യണത്. ഈശോ ചെയ്തു തീർത്ത ആരുടെ ജോലിയാണ്? പിതാവിൻ്റെ ജോലി. അമ്മ ചെയ്തു തീർത്ത ആരുടെ ജോലിയാണ്? പിതാവിൻ്റെ ജോലി. നമ്മൾ ചെയ്യണമെന്ന് ഈശോ പറഞ്ഞ ആരുടെ ജോലിയാണ്? പിതാവിൻ്റെ ജോലി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എനിക്കൊരു പള്ളി പണിയാൻ കർത്താവ് ഒരു അവസരം തന്നായിരുന്നു. അവിടെ ഇരുന്ന് അച്ഛൻ പകുതി പണിത് ബാക്കി പണിയാൻ എനിക്ക് കർത്താവ് ഒരു അവസരം തന്നു. അപ്പോൾ പള്ളിയുടെ മുഖവാരം പണിയണ സമയത്ത് എൻ്റെ മനസ്സിൽ നിർബന്ധമായിരുന്നു പിതാവിനെ അവിടെ കാണിക്കണമെന്ന്. അങ്ങനെ ഞാനൊരു ആർട്ടിസ്റ്റിനെ വിളിച്ചു. ആർട്ടിസ്റ്റിനോട് പറഞ്ഞു, ഭയങ്കര പാടാ മോഡി ചെയ്യേണ്ടത്, പിതാവിനെ ഉൾപ്പെടെ ഞാൻ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യുമെന്ന് പറഞ്ഞ യോഹന്നാൻ 14:16 നിങ്ങളെ കുത്തിവെക്കാൻ പറഞ്ഞു. പള്ളിയുടെ മുഖവാരത്തെ കൊത്തിവെക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് വരക്കലയൂർ പള്ളിയുടെ മുകളിലെ പിതാവിനോട് ഈശോ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ, നിത്യമായി നൽകാൻ വേണ്ടി ചോദിക്കുന്ന ഭാഗം കൊത്തിവെച്ചിരിക്കുന്നത്. ഈശോയെ നമുക്ക് നൽകിയത് പിതാവിൻ്റെ സ്നേഹമാണ്. പരിശുദ്ധ അമ്മ ഈശോനെ നൊന്ത് പെറ്റതും കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതും ഒക്കെ പിതാവിനോടുള്ള സ്നേഹമാണ്. ഈശോ പിരിഞ്ഞു പോകുമ്പോഴും പറഞ്ഞത്, അപ്പാ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്നാണ്. യോഹന്നാൻ 14:17 എഴുതിയിട്ടുണ്ടല്ലേ? ചോര വിയർക്കുമ്പോഴും എന്താ പറഞ്ഞ? അപ്പാ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ ജോലി എന്തായിരുന്നു? പിതാവിനെ മഹത്വപ്പെടുത്തുക. അമ്മയുടെ ജോലി എന്തായിരുന്നു? പിതാവിനെ മഹത്വപ്പെടുത്തുക. നമ്മുടെ ജോലി എന്താ? അതാണ് പ്രാർത്ഥന ചോദിച്ചപ്പോൾ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറഞ്ഞ് നമ്മുടെ ജോലിയിലൂടെയും പ്രവൃത്തികളിലൂടെയും പിതാവിനെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മൾക്ക് ഈശോ നമ്മളിൽ വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മളിൽ വസിക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ് ഈ പിതൃസ്നേഹം എന്ന് പറയുന്നത്. ഈശോ അവരോട് പറഞ്ഞില്ലേ,
നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞില്ലേ? എൻ്റെ പ്രവർത്തികൾ മൂലമെങ്കിലും നിങ്ങൾ വിശ്വസിക്കുവേൻ. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള കേട്ട വിശ്വാസം, ചൊല്ലു വിശ്വാസം, പ്രാർത്ഥന വിശ്വാസത്തേക്കാൾ പവർഫുള്ളാണ് പ്രവൃത്തിയിലൂടെയുള്ള വിശ്വാസം. അപ്പോഴേ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ പ്രവൃത്തി മൂലം എന്താ സംഭവിക്കുക? അതാണ് യോഹന്നാൻ്റെ സുവിശേഷമുണ്ട്. സുവിശേഷത്തിൽ 10-ാം അധ്യായം 37-38 തിരുവചനങ്ങൾ. നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരി പ്രവൃത്തിയില്ലേ? ഇല്ലേ? ഉടമ്പടിയിൽ ഏതാണ്ട് 6 പ്രവൃത്തികളുണ്ട്. അതൊക്കെ ചെയ്യുന്നവർ ചെയ്യുമ്പോൾ ആരെയാണ് ഓർക്കേണ്ടത്? പിതാവിനെ ഓർക്കണം. അത് യോഹന്നാൻ 10:37 37-38. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലും എൻ്റെ പ്രവൃത്തികൾ വിശ്വസിക്കുവേൻ. കാര്യം നമ്മൾ പറഞ്ഞ് വിശ്വസിക്കുന്നതിനേക്കാൾ കോൺക്രീറ്റാണ്, വ്യക്തമാണ് പ്രവൃത്തികളിലൂടെയുള്ള വിശ്വാസം. അപ്പോഴെന്ത് സംഭവിക്കും? അപ്പോൾ യോഹന്നാൻ 10:38 പറയണത്, എൻ്റെ പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾക്കെന്ത് മനസ്സിലാകും? നിങ്ങളെന്തറിയും? പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന്. ഇവിടെ നിന്നാണ് എന്തൂസ്യാസം ഉണ്ടാകണത്. എന്തൂസ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ഉത്സാഹം. പിതാവ് എന്നിലും. ഇപ്പം യോഹന്നാൻ 10:37-38. എൻ്റെ ഈ പ്രവൃത്തി എന്ന് പറയുന്ന, നമ്മൾ എത്ര പ്രവൃത്തികളാണ് ചെയ്യണത്? നമ്മൾ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യും അല്ലേ? ഉടമ്പടി ചെയ്തവർ രോഗികളെ പോയി കാണും, സന്ദർശിക്കും, അവർക്കോടത് കൊടുക്കും, നമ്മൾ അവർ പരിചരിക്കും. ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോഴെന്നാ പറയണത്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി പ്രവർത്തനങ്ങൾ പിതാവുമായി കണക്റ്റഡാണ്. ശരിക്കും ഭയങ്കര പ്രാർത്ഥനയാണിത്. ഉടമ്പടി പ്രാർത്ഥനകളെ ഇപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങളല്ലേ നമ്മൾ ഉപവി പ്രവർത്തനങ്ങളിൽ വന്നിരിക്കുന്നത്. അനന്തരം രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറയും, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചെന്നാണ് പറയണത്. അതാരാണ്? കർത്താവല്ല, പിതാവിൻ്റെ ദാഹമാണ് നമ്മളെ സമർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ദാഹം. ഇപ്പോൾ മനുഷ്യൻ ഇപ്പോൾ പിതാവിൻ്റെ തിരുസന്നിധിയിൽ വലതുഭാഗത്തിരിക്കുന്ന ഈശോയുടെ സമക്ഷം ആണ് നമ്മൾ നിത്യതയിൽ എത്തിച്ചേരുമ്പോഴാണ് അന്ന് നിങ്ങൾ ഉടമ്പടിയുടെ വില അറിയും. കർത്താവേ, അന്ന് ഉടമ്പടി ഞങ്ങളെ കൊണ്ട് അമ്മ ചെയ്യിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് നിത്യതയിൽ ഇത്രയും വിലയും നിലയും വന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുസ്തുതി, ഹല്ലേലൂയ. ദൈവമേ, ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന എല്ലാ ദൈവ അനുഭവങ്ങൾക്കും അടയാളങ്ങൾക്കും സൗഖ്യങ്ങൾക്കും വിടുതലിലും ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, ഉടമ്പടിയിലൂടെ കർത്താവേ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും അഭിഷേകവും ഞങ്ങളുടെ കുടുംബങ്ങൾ നൽകുന്നെന്ന് പറയുന്നു. കർത്താവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, എല്ലാവരും അലിയും സ്നേഹമേ, ആശാനാളമേ, അഭയം നൽകണേ. ആവ ദൈവമേ, അലിയും സ്നേഹമേ, ആശാനാളമേ, അഭയം നൽകണേ. കൈകൾ ഉയർത്തി. നിന്റെ ദിവ്യരാജ്യം എന്നിടത്തിൽ വരണം, നിന്റെ ഉള്ളം ഭൂമിയിലൊന്നും നിറയാ. മണ്ണും പെണ്ണും പാടും നിന്റെ ദിവ്യഗീതം, പാരിടത്തിൽ ദൈവരാജ്യം പുലരാ. അന്നുള്ള ദിവ്യഭോജ്യം ഞങ്ങൾക്കെന്നും നന്ദി താതനാ മഹേശനേ. അന്നുള്ള ദിവ്യഭോജ്യം ഞങ്ങൾക്കെന്നും നന്ദി താതനാ മഹേശനേ. ആബാ ദൈവമേ, അലിയും സ്നേഹമേ, ആശ
നാളമേ അഭയം നൽകണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഉടമ്പടിയുടെ പ്രവൃത്തികൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഇപ്പോഴേ പുതുക്കുമ്പോഴൊക്കെ പുതിയ പ്രവൃത്തികളാണ് നിങ്ങൾ. ഉടമ്പടി പുതുക്കണം എന്ന് പറയുന്നില്ലേ? പുതുക്കണം എന്ന് പറയുമ്പോൾ 6 പുതിയ പ്രവൃത്തികൾ കണ്ടുപിടിക്കണം. കർത്താവിൻ്റെ കാരുണ്യ പ്രവൃത്തികളിൽ നിന്ന് 6 പ്രവർത്തനങ്ങളല്ല, 14 പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ 6 മാറുമ്പോൾ വേറെ 6 കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നമ്മളിത് ദൈവമായിട്ടൊരു ഉടമ്പടിയിൽ പുതുക്കണത്. അത് ആരുടെ പ്രവൃത്തികളാണ്? പിതാവ് നമ്മളെ ഏൽപ്പിച്ച, ഈശോ വഴി നമ്മളെ ഏൽപ്പിച്ച പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യണത് ഉടമ്പടിയിൽ. പിതാവ് ഈശോ വഴി നമ്മളെ ഏൽപ്പിച്ച പ്രവൃത്തികൾ ഈശോ ചെയ്തതിന് നമ്മൾ ചെയ്ത് പൂർത്തിയാക്കി ഭൂമിയിൽ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തിയാണ് ആത്മീയതയിൽ വളരുന്നത്. ആത്മീയതയിൽ വളരുക മാത്രമല്ല, ഇപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? 10:30 എന്താ, 10:37 എന്താ പറയണത്? അല്ല 10:38 യോഹന്നാൻ്റെ സുവിശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എൻ്റെ പറച്ചിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, വചനം നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിലും ആ വചനം പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാതെ വേറെ മാർഗം ഇല്ല. പ്രവൃത്തിയാണ് സ്ഥിരീകരിക്കുന്നത്, പ്രവൃത്തിയാണ് നീതീകരിക്കുന്നത്. അപ്പോൾ പ്രവൃത്തിക്ക് എന്താ ഉള്ള ഗുണം? നമ്മൾ ആ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വരണ ഒരു നടപടിയാണ് ഉടമ്പടിയുടെ പ്രേക്ഷിത. അതറിഞ്ഞുകൊണ്ട് വേണം ഈ പത്രമൊക്കെ കൊടുക്കാൻ, അതറിഞ്ഞുകൊണ്ട് വേണം രോഗികളെ ശുശ്രൂഷിക്കാൻ, അതറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ. പക്ഷെ ഇതെല്ലാം വലിയ വിശുദ്ധിയിൽ ചെയ്യണം, വലിയ സ്നേഹത്തിൽ ചെയ്യണം. ഇപ്പം കുഞ്ഞ് എന്ന് പറഞ്ഞ അച്ചായൻ സാക്ഷ്യം പറഞ്ഞില്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വളരെ ഹൃദ്യമായ സാക്ഷ്യമാണ്. ഓരോ മൂമെൻറ്റ്സിലും അദ്ദേഹത്തിൻ്റെ ചേഞ്ച് പറയുന്നുണ്ട് അദ്ദേഹം, അല്ലേ? ഓരോ മൂമെൻറ്റ്സിലും അദ്ദേഹത്തിൻ്റെ ഉടമ്പടിയുടെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ആ മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുകയും സുവിശേഷത്തിൻ്റെ സാക്ഷിയായി മാറുകയും ഒക്കെ ചെയ്യണം. എന്ന് പറയില്ല, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞാനാണ് ചാടിക്കയറി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഞാൻ കുമ്പിട്ടിരിക്കുക. എന്നാ കുമ്പിട്ടിരിക്കണ കാര്യം? എങ്ങാനും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വായി പെശകുന്ന ഒരു വാക്ക് പെശക് വീണ അമ്മയെങ്ങാനും കെറിച്ച് പോയാലോ? ദൈവഭയമാണത്. അതാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന് പറയണത്, ദൈവഭയമാണ്. എൻ്റെ കൂടെയുള്ള കർത്താവിനെ ഞാൻ ദുഃഖിപ്പിക്കുക. ദൈവ സാന്നിധ്യ ബോധത്തോടു കൂടി ആ മനുഷ്യൻ ജീവിച്ചെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ കവറൻറ്റ്. അതാണ് വാഗ്ദാന പേടകം. ദൈവം അവൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവൻ വാഗ്ദാന പേടകമായി മാറിയിരിക്കുന്നു. കൈ അടിച്ച് കർത്താവ് ദൈവമേ, വാഗ്ദാന പേടകത്തിന്റെ മുന്നിൽ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ അഭിഷേകമായി, കൃപയായി, സൗഖ്യമായി, സാന്ത്വനമായി തീരണമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. നിന്റെ ദിവ്യരാജ്യം മന്നിടത്തിൽ വരണം, നിന്റെ ഉള്ളം ഭൂയിലെങ്ങും തുലരാ. മണ്ണും പെണ്ണും പാടും നിന്റെ ദിവ്യഗീതം, പാരിടത്തിൽ ദൈവരാജ്യം പുലരാ. അന്നുള്ള ദിവ്യഭോജനം ഞങ്ങൾക്കെന്നും തന്നിടും താതനാ മഹേശനേ. അന്നുള്ള ദിവ്യഭോജനം ഞങ്ങൾക്കെന്നും നൽകിയിടും താതനാ മഹേശനേ. ദൈവമേ, അലിയും സ്നേഹമേ, ആശ നാളമേ, അഭയം നൽകണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ആരാധനയുടെ ഭാഗമായിട്ട് ഓരോ വചനം കർത്താവ് തന്നതിന് ശേഷം ആ വചനം ഞാൻ വേവിച്ച് നിങ്ങൾക്ക് വിളമ്പി തരുമ്പോൾ അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ പാടും, അല്ലേ? അങ്ങനെയാണ് ആരാധന പുരോഗമിക്കുന്നത്. എന്തിനാണ് അങ്ങനെ പാടുന്നത്? നമ്മൾക്ക് ആരാധിക്കുമ്പോൾ തന്നെ ഈ ശുശ്രൂഷ ലൈവായി കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങളെ മൊബൈലിൽ അടിച്ച് കയറ്റാനുള്ള സമയം കൊടുക്കുകയാണ് നമ്മൾ ആരാധനയിലേക്ക്. അതാണ് കണക്കെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് കേൾക്കണം. ദാറ്റ് മീൻസ് നിങ്ങളും ആരാധന കൂടുമ്പോൾ പാട്ടിൻ്റെ സമയം വരുമ്പോൾ നിങ്ങളുടെ സങ്കടം അപ്പോൾ തന്നെ ഈ ആരാധനയിലേക്ക് മൊബൈലിൽ അടിച്ച് കയറ്റണം. അപ്പോൾ എന്താണ്? അതെല്ലാം ആരാധനയിലേക്ക് നമ്മൾ ഒരുമിച്ചല്ലേ ആരാധിക്കണത്. ഉടമ്പടി എടുത്ത ആൾക്കാരെല്ലാം ഒരുമിച്ചാണ് ആരാധിക്കണത്. ഇനി ആരെങ്കിലും ഉടമ്പടി എടുക്കാത്തവർ ഈ സമയത്ത് പ്രാർത്ഥന സഹായം കർത്താവിനോട് ചോദിച്ചാൽ അവർക്കും ഈ പ്രാർത്ഥനയ്ക്ക് ദൈവാനുഗ്രഹം ലഭിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയിൽ ഞങ്ങളുടേതല്ലാത്ത നിയോഗങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി നിയോഗങ്ങൾ അതെല്ലാം ഏറ്റെടുക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം പ്രവർത്തികൾ മൂലം എന്ത് സംഭവിക്കണമെന്നാണ് ഈശോ പറഞ്ഞത്? ഞാൻ 10:37-38 നമ്മുടെ പ്രവർത്തികൾ മൂലം എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത്? പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു. അപ്പോൾ ദൈവത്തെ നമ്മുടെ ഉള്ളിലേക്ക് നിലനിർത്താനുള്ള ഒരു ഏറ്റവും എളുപ്പ വഴിയാണ് പ്രവൃത്തികൾ. ഇതറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് വേണം ഉടമ്പടിയിൽ പ്രവർത്തിക്കാൻ. അപ്പോൾ ദൈവം ഉള്ളിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് എന്തൂസ്യാസം ഉണ്ടാവും. എന്തൂസ്യാസം എന്ന് പറയുന്നത് എന്താണ്? അച്ഛൻ ഇന്നലത്തെ ആരാധന വിശദീകരിച്ചതാണ്. എൻ തേയോസ് എന്നു വെച്ചാൽ പ്രിപ്പോസിഷൻ. ഇന്ന, ഇംഗ്ലീഷിലെ ഇന്ന, ഗ്രീക്ക് വാക്കാണ് എന്തൂസ്യാസം. ഗ്രീക്കിൽ നിന്ന് എടുത്തതാണ്. ഇംഗ്ലീഷുകാരനാണ് അത് ഉപയോഗിക്കണമെങ്കിലും വാക്ക് ഗ്രീക്കിൽ നിന്ന് എടുത്തതാണ്. എന്തൂസ്യാസത്തിൻ്റെ എന്താണ് അതിനെ വിഘടിക്കുമ്പോൾ എന്നത്? എൻ തയോസ്. എൻ മീൻസ് ഇൻ, പ്രിപ്പോസിഷൻ ഇൻ, ഉള്ളിലെ എന്നർത്ഥം. തയോസ് മീൻസ് ആരാണ്? ദൈവം. അപ്പം ദൈവം ഉള്ളിൽ വരണ ഒരവസ്ഥയാണ് എന്തൂസ്യാസം എന്ന് പറയും. ഉത്സാഹം എന്ന് മലയാളത്തിൽ പറയും. ബൈബിളിലെ വാക്കാണത് എൻതയോസ്. അപ്പോൾ ദൈവം ഉള്ളിൽ വരണം. ദൈവം ഉള്ളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഉത്സാഹമാണ് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നത്, അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നത് എല്ലാം. ആ ഉത്സാഹമാണെന്ന് പങ്കുപറ്റേണ്ടത്. അവർക്കെല്ലാം ഉത്സാഹമില്ലേ? സ്റ്റീഫൻ്റെയൊക്കെ ഉത്സാഹം കണ്ടാൽ ഞെട്ടിപ്പോവും. എസ്തപ്പാനോ ആദ്യത്തെ രക്തസാക്ഷിയില്ലേ? ആദ്യത്തെ രക്തസാക്ഷി അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഉരിഞ്ഞ് എടുത്തിട്ട് കല്ലെറിയുമ്പോഴും ഈ എന്തൂസ്യാസം അപ്പോഴും മാറത്തില്ല, ആ പ്രസരിപ്പ് മാറത്തില്ല. ഈ മുഴുവനും ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് ആ മനുഷ്യനൊരു പ്രസംഗം നടത്തും. ശത്രുക്കളാണ് കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. ഒടുപ്പൂരി തലക്ക് പൊട്ടിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ മുമ്പിൽ നിന്നുകൊണ്ട് മുകളിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. എന്നെ അദ്ദേഹം പറയണമെന്നറിയാമോ? അദ്ദേഹം പറയണത് ശത്രുക്കളുണ്ടാവും, അതിലെനിക്ക് പ്രശ്നമില്ല. എപ്പോഴായാലും നമ്മളെ അറിയാത്തവരുണ്ടാകും എന്നാണ് പറയണത്. എപ്പോഴായാലും നമ്മൾ അറിയാത്തവരുണ്ടാകും. അത് ഈശോയുടെ കൺസെപ്റ്റാണ്. ശത്രുക്കൾ വന്നാൽ ഉടനെ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ അറിയാത്തവരുണ്ടാകുമ്പോഴാണ് ശത്രുക്കൾ ഉണ്ടാകണത്. നമ്മുടെ ജീവിതം അറിയത്തില്ല, നമ്മുടെ സ്വഭാവം അറിയത്തില്ല, നമ്മളെ ഒന്നും അറിയത്തില്ല. സ്റ്റീഫൻ അതാണ് ഈ ശത്രുക്കളെ കാണുമ്പോൾ പറയണത്. എന്താ പറയണത്? ജോസഫിനെ അറിയാത്ത ഒരു അധികാരി ഉണ്ടായി. ഇവിടെ ഈജിപ്തിലെ കാര്യം പറയുകയാണ്. ജോസഫിനെ അറിയാത്ത ഒരു അധികാരി ഉണ്ടായി. പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ. ശത്രുക്കളെ കാണുമ്പോൾ ഈശോയും പറഞ്ഞത് എന്താണ്? അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉപദ്രവിക്കണമെന്നാണ് പറയണം. ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട ഇതാണ്, അറിവിൻ്റെ ഒരു പോരായ്മ ഉണ്ട്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മനുഷ്യന്മാർക്ക് അറിയുന്നില്ലെങ്കിലും നിങ്ങളെ ആർക്കറിയാം? ദൈവത്തിനറിയാം. അതുകൊണ്ട് ഒരു ശത്രുത, അയൽവാസികളിൽ നിന്ന് ശത്രുത ഉണ്ടാകാം, ഓഫീസിൽ നിന്ന് ശത്രുത ഉണ്ടാകാം, എവിടെ നിന്നും ഉണ്ടാകാം ശത്രുത. ഏത് സമയത്തും ശത്രുത ഇല്ലാതെ ഒരു മനുഷ്യന് ഇവിടെ സർവൈവ് ചെയ്യാൻ പാടാണ്. ശത്രുത ഇല്ലാതെ. കാര്യം എന്ത്? ശത്രുത വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സത്യാവസ്ഥ അറിയാത്തത്. അതാണ് ഈശോയും പറയുന്നത്. പിതാവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അറിവിൻ്റെ ഒരു കുറവുണ്ട്. അറിവിൻ്റെ കുറവ് നമുക്കുണ്ടാകണം തന്നെയല്ല, ആർക്കുണ്ടായാലും സ്വാഭാവികമായിട്ട് അവരിൽ നിന്ന് നമുക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. പക്ഷേ എപ്പോഴും അറിവിൻ്റെ കുറവുണ്ടാകുമ്പോഴേ ജോസഫിനെ അറിയാത്ത അധികാരികൾ, അതുപോലെ അറിയാത്ത മാനേജർമാർ, ഓഫീസിൽ നിങ്ങളെ അറിയാത്ത വീടുകളിൽ നിങ്ങളെ അറിയാത്ത അയൽവാസികൾ, ഇങ്ങനെ അറിയാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകും. പക്ഷെ അതിക്ക് മുമ്പ് ഒരു വചനം സ്റ്റീഫൻ പറയുന്നുണ്ട്. എന്താ പറയണത്?
എബ്രഹാത്തിനോട് ദൈവം ചെയ്ത വാഗ്ദാനം പ്രാപിക്കാൻ കാലമായപ്പോഴാണ് ഈ അറിയാത്ത അധികാരികളുണ്ടായെന്ന്. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, അഭിഷേക വചനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ചൊരിഞ്ഞ കൃപകൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് പാടാം. കർത്താവ് നമ്മെ നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. ചേർന്ന് പാടാം. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. ഇപ്പം ശത്രുതയിലും ഞെരുക്കങ്ങളിലുമൊക്കെ കഴിയുന്ന ആൾക്കാർ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കണം. ഏത് വചനമാണത്? നടപടി പുസ്തകം 7:17 തൊട്ട് 20 വരെ വചനങ്ങൾ. നടപടി പുസ്തകം 7:17 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. എന്താ പറയണത്? സ്റ്റീഫനാണ് അവിടെ രക്തസാക്ഷിയായിട്ട് നിൽക്കുന്നത്. സ്റ്റീഫന് ചുറ്റും എന്താണ്? ഗൊഗ്ഗോ പിടിച്ചുകൊണ്ട് തലയെറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടി ചിത്തയും പിടിച്ച് നിൽക്കുകയാണ്. അടുത്ത നിമിഷങ്ങൾ സ്റ്റീഫൻ്റെ മരണമാണ്. പക്ഷേ ഈ മരണത്തിന് ശത്രുക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ എൻതൂസിയാസ്റ്റിക്കാണ്. എന്താ കാര്യം? അവൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവമാണ് അവൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കണത്. പതറാതെ സംസാരിക്കണം. കേട്ടില്ലേ? എന്താണ്? ഇങ്ങനെ ഏതെങ്കിലും കാലത്ത് നിൻ്റെ ജീവിതത്തിൽ ശത്രുക്കൾ വന്നാൽ, അല്ലെങ്കിൽ നിൻ്റെ ജീവിതം പ്രതികൂലമായി മാറിയാൽ, നിന്നെ അറിയാത്ത ഒരു അധികാരി നിൻ്റെ ജീവിത ചുറ്റുവട്ടങ്ങളിൽ, ഇപ്പോൾ ലോൺ തരാത്ത മാനേജർമാരില്ലേ, ഉടമ്പടി ചെയ്യുമ്പോൾ ചിലപ്പോൾ അമ്മ ആ മാനേജറിനെ മാറ്റും, അല്ലെങ്കിൽ ഈ മാനേജറിന് മനസ്സ് മാറും. രണ്ടിലൊന്നും സംഭവിക്കും. എത്ര സാക്ഷിയാണ് നമ്മൾ കേട്ടത്? അപ്പം അറിയാത്ത അധികാരികളുണ്ടാവും. അറിയാത്ത അധികാരികൾ എംബസിയിലുണ്ടാവും, വിസ പ്രോസസ്സിങ്ങിലുണ്ടാവും. ഇതൊരു നിസ്സാര കാര്യമല്ല. ബൈബിൾ എക്കാലത്തേക്കുമുള്ള എഴുത്തല്ലേ? അപ്പം എല്ലാ സ്വന്തം എഴുതണില്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? ഓരോരോ കാലത്ത് ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ എന്തുകൊണ്ട് PR താമസിക്കുന്നു? എന്തുകൊണ്ട് എമിഗ്രേഷൻ താമസിക്കുന്നു? എന്തുകൊണ്ടാണ് എംബസിയിൽ ബ്ലോക്ക് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഏജൻസിക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ ഇപ്പോഴും കൈമലത്തണത്? കാശ് വാങ്ങിച്ചിട്ട് അറിയാത്ത അധികാരികൾ എവിടെയോ വന്നിട്ടാണ്. അറിയാത്ത അധികാരികൾ വരുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? അതിന് മുമ്പ് സ്റ്റീഫൻ പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഓർക്കണം. എന്താണ്? എബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം പ്രാപിക്കാൻ കാലമാകുമ്പോഴാണ് അറിയാത്ത അധികാരികൾ വരണത്. അതാണ് നടപടി പുസ്തകം 7:17. എബ്രാഹത്തോട് പറഞ്ഞ് ദൈവം ചെയ്ത വാഗ്ദാനം പ്രാപിക്കാൻ കാലമായപ്പോൾ. അപ്പം അനുഗ്രഹത്തിൻ്റെ കാലമായെന്നതിൻ്റെ അർത്ഥം നീ എന്താ ഇപ്പം ചെയ്യേണ്ടത്? ഇക്കാലത്ത്. എന്നിട്ട് അടുത്ത വചനം എന്താണ് പറയണത്? ഇക്കാലത്ത് മോശസ് ജനിച്ചു. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഞങ്ങൾ പരിശുദ്ധമ ഈശോട് ഉടമ്പടി ചെയ്തത് അങ്ങ് അനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ജീവിത വിഷമതകൾ, ദുരിതങ്ങൾ, കടഭാരങ്ങൾ, രോഗങ്ങൾ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ. കരങ്ങടിച്ചുകൊണ്ട് പാടാം, സന്തോഷത്തോടെ പാടാം. ആത്മാവിന്റെ അഭിഷേകത്തെ ലഭിക്കുക. ഉടമ്പടി നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അത് നിസ്സാരമാക്കല്ല. എവിടെയെങ്കിലും നിൻ്റെ സാഹചര്യം പ്രതികൂലമാകുമ്പോൾ, നീ പ്രതിരോധത്തിലാകുമ്പോൾ ഓർക്കണം, എന്താണ്? കർത്താവ് വാഗ്ദാനം പ്രാപിക്കാൻ കാലമായെന്ന്. ദൈവം കൈവിട്ടെന്നല്ല പറയേണ്ടത്. കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കാൻ കാലമായി. നിന്നെ രക്ഷിക്കാനുള്ള ആൾ ആഗതമാകാൻ, മോശം ജനിക്കാൻ കാലമായി. മോശം ജനിക്കണ എപ്പോഴാണ്? മോശം ജനിച്ചത് എന്തിനാണ്? ചെങ്കടലിലൂടെ പോലും വഴി തെളിക്കാൻ വേണ്ടി മോസസിൻ്റെ ദൈവത്തിൻ്റെ പ്രവാചകനാണ് ജനിച്ചിരിക്കുന്നത്. അതാണ് ഐസയ 43:16. ചെങ്കടലിൽ വഴി തെളിക്കുകയും പെരുവെള്ളത്തിൽ പാതയൊരുക്കുകയും ചെയ്യുന്ന കർത്താവ്. ആ കർത്താവ് ആരിലൂടെയാണ് ജയിച്ചത്? മോസസിലൂടെ. നിന്റെ വഴിമുട്ടുമ്പോൾ ഓർക്കണം ദൈവവേദനെ, നിന്റെ വഴി തെളിക്കാൻ വേണ്ടി ദൈവം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. കൈ അടിച്ച് കർത്താവ്
ഞങ്ങളുടെ ജീവിതത്തിൽ വഴിമുട്ടിയ അവസ്ഥകൾ മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുൻപിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സൈന്യത്തിൻ മുൻപിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, നാഥന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതൊക്കെ വിശ്വസിക്കണതിന് നീ എടുക്കണ സമയമാണ് നിന്റെ ദൈവാനുഭവത്തിൻ്റെ സമയമെന്ന് പറയുന്നത്. ഇപ്പം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റീഫൻ്റെ മുഖം എന്തായി? ദൈവദൂതനെ പോലെ ശോഭിച്ചു. കാര്യം എന്താണ്? ഈ മുഖശോഭയില്ലേ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ, മുഖം കറുത്തില്ല, ശത്രുക്കളെ കണ്ട് കറുത്തില്ല, ചകാൻ പോകണില്ല, അവർ തെറിയാണല്ലോ പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് മുഖം കറുത്തില്ല. ദൈവദൂതനെ പോലെ മുഖം ശോഭിച്ചു. ഒരു വിശ്വാസത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത് എന്താണ്? മുഖശോഭയാണ്. പിന്നെ മെനക്ക് നടക്കണതാണ്. ഒരു ആൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ പെട്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, സ്പീഡ് വിശ്വാസമുള്ളവരുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താ? വിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങളുണ്ട്. എന്താണ്? മുഖം ശോഭിച്ചിരിക്കും. സ്റ്റീഫൻ്റെ മുഖം ശോഭിച്ചു. 7:55 എന്താ പറയണത്? നടപടി പുസ്തകം 7:55 അവൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ ശോഭിച്ചു. മുഖം മാത്രമല്ല, ദൈവത്തിൻ്റെ തിരുമനസ്സിന് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യണത് എന്താണ്? മനുഷ്യൻ അവൻ വെടിപ്പായിട്ട് കുളിക്കും. ഈ കുളിക്കണത്, നല്ല വസ്ത്രം ഇടുന്നതൊക്കെ സീരിയൽ നടിമാർക്കുള്ള പരിപാടിയല്ല, നമ്മൾക്ക് വിശ്വാസികൾക്കുള്ള പരിപാടിയാണ്. വൺസ് നമ്മൾ ദൈവ തിരുമനസ്സിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കും ആദ്യം. പിന്നെ എന്ത് ചെയ്യും? നല്ല സെൻ്റ് അടിക്കും, നല്ല വസ്ത്രം അടിക്കും. പിന്നെ എന്ത് ചെയ്യും? സെൻ്റ് അടിക്കും. ഇതെല്ലാം ബൈബിളുള്ളതാണ്. നമ്മുടെ കൾച്ചർ മാറിപ്പോവും. ഫെയ്ത്ത് ഈസ് എ കൾച്ചർ. വിശ്വാസം ഒരു സംസ്കാരമാണ്. ദാവീദിൻ്റെ കൊച്ചിന് അസുഖം വന്നില്ലേ? ദാവീദ് ബെർഷീബയെ പ്രാപിച്ച് ജനിപ്പിച്ച കുഞ്ഞിനെ ദൈവം പറഞ്ഞു, അവൻ നീ പാപത്തിൽ ജനിപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാൻ നിനക്ക് അവനെ തരത്തില്ല എന്ന് പറഞ്ഞു. അതാളെന്ന് പറഞ്ഞു, തരത്തില്ല. അവനുടനെ ആ കുഞ്ഞിന് അസുഖമായി. അസുഖമായതോടുകൂടി ദാവീദിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെ വെച്ചാൽ ഇയാളെ ഭയങ്കര സെൻറ്റിയാണ്. ആളെ ഒരു വികാരജീവിയാണ്. അതായത് സെൻറ്റിമെൻറ്റ്സ് എന്ത് വന്നാലും അത് അപ്പടി അതുപോലെ അങ്ങോട്ട് പ്രകടിപ്പിക്കുന്ന ആളാണ്. സ്നേഹമെങ്കിൽ സ്നേഹം, വൈരാഗ്യമെങ്കിൽ വൈരാഗ്യം, എന്നാ വികാരമാണെങ്കിലും അപ്പോൾ ആൾ എക്സ്പ്രസ് ചെയ്യും. ആളെന്ത് ചെയ്ത്? കൊച്ചിന് അസുഖമായപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കണ്ണീരോടെ കൊച്ചിൻ്റെ ജീവന് വേണ്ടി ആ മനുഷ്യൻ കെഞ്ചനുണ്ട്. എന്താ ചെയ്തത്? ചാരം വാരി മേത്തിട്ട് ശരീരം മുഴുവൻ ഇട്ട്, എന്നിട്ട് കട്ടിൻ്റെ അടി കമന്ന് കിടന്നു, അവിടെ കിടന്ന് കരഞ്ഞ്. ആ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി ആ മനുഷ്യൻ ചെയ്ത പരിപാടിയാണ്. നമ്മൾ ഉടമ്പടി ചെയ്തിട്ട് അതാണ് ചെയ്യണതേ. ഉടമ്പടി ഉപവാസമൊക്കെ അങ്ങോട്ടാണ് പോണത്. ഉപവസിക്കുന്നുണ്ടാ? ഉപവാസം എടുക്കുമ്പോൾ ഓർത്തേക്കണം, അതിൻ്റെ സ്പിരിറ്റ് ഓർക്കണം. ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ കണ്ണുനീതിക്ക് വേണ്ടി കണ്ണീരിടുകയാണ്. അതാണ് ഉപവാസത്തിൻ്റെ ഉദ്ദേശം. ഇവൻ ചാരം പൂശി കട്ടിലടി കമന്ന് കിടന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, സങ്കടം ഭയങ്കരമായിരുന്നു. അപ്പോഴേ ഭൃത്യന്മാർ ഭക്ഷണം കഴിക്കണില്ല എന്ന് ചെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒറ്റടി കറകുരു കൊടുത്തു. അവൻ്റെ പല്ലും പോയി തലയും പോയി. അതോടെ കൊട്ടാരം ശാന്തമായി. എന്താണ്? ദാവീദ് വയലൻ്റാണ്. അത്തര കണ്ട ആ മനുഷ്യൻ കൊച്ചിൻ്റെ രോഗത്തിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ 3 ദിവസം അവിടെ കിടന്നു. 3-ാം ദിവസം കൊച്ചു മരിച്ചു. ഈ പരിപാടികളെല്ലാം കഷ്ടപ്പെട്ട് ചെയ്തിട്ടും കൊച്ചു മരിച്ചു. അപ്പോൾ നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? ഉടമ്പടി ഉഴപ്പും. അതാണ് പ്രശ്നം. എവിടെയും മനസ്സിലായി, എവിടെ ഏതെങ്കിലും, ഇപ്പം നിങ്ങളൊരു IELTS തോറ്റു,
ഇതിപ്പോൾ ഉടമ്പടി എടുത്താണ് ജയിക്കുമെന്നും പറഞ്ഞിരുന്നത്. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം റീഡിങ്ങിനാണ് പോയത്, ഇപ്പോൾ റീഡിങ് കിട്ടി. അപ്പോൾ എന്നാ പറ്റി? ഇപ്പോൾ റൈറ്റിങ് പോയി. അപ്പോൾ അമ്മ ആശ്വസിപ്പിക്കും, എടി റീഡിങ് പോയിട്ട് ഇപ്പോൾ റീഡിങ് കിട്ടിയല്ല, റീഡിങ് പോലെ റൈറ്റിങ് പോയില്ലേ. അപ്പോൾ അമ്മയുടെ എഴുത്തൊക്കെയാണ്. അപ്പോൾ നമ്മളുടനെ 5:30 എഴുന്നേറ്റ ആൾ പിന്നെ അമ്മ ചോദിക്കണം, എടി ഇന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയ? ഓ ചെല്ലിയിട്ടില്ലേ അവൾ, തീർന്ന പരിപാടി. അതാ പ്രശ്നം. വിശ്വസിക്കാൻ താമസിക്കുന്നു വിശ്വാസം. ശരിക്കും പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതാണ് സമയം. ഈ തോറ്റതാണ് സമയം. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള ഞെരുക്കങ്ങൾ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യോസഫിനെ അറിയാത്ത അധികാരം ഉണ്ടായി കഴിയുമ്പോൾ തലമുകളിലുള്ള വചനം വായിക്കണം. എന്താണ്? എബ്രാഹത്തോട് ദൈവം ചെയ്ത വാഗ്ദാനം പാലിക്കാൻ കാലമായെന്ന്. പക്ഷേ എങ്ങനെ അതറിയും? ഉള്ളിലുണ്ടെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. ദൈവം ഉള്ളിലുണ്ടാകണം. അതിനെന്നാ ചെയ്യണം? ദൈവം ഉള്ളിലുണ്ടെങ്കിൽ പറയും, മോളെ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. അതായത് എനിക്ക് നിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഐ ആം ടെസ്റ്റിംഗ് യുവർ ഫെയ്ത്ത്. ഞാൻ നിൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളുള്ളിലില്ല. എന്താ കാര്യം? ഇവിടെ പത്രം പോലും കൊടുത്തിരിക്കണം അമ്മയെ കൊണ്ടാണ് കൊടുപ്പിച്ചിരിക്കുന്നത്. അപ്പനും മകളും കൂടിയാണ് പത്രം എടുത്തുകൊണ്ട് പോയത്. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പത്രത്തിൻ്റെ സഞ്ചി അവൾ അപ്പൻ്റെ കൈ കൊടുത്ത്. അവൾ എന്നിട്ട് ഡീസൻ്റായിട്ട് നടന്നു. അല്ലേ, നാട്ടുകാരുടെ മുമ്പ് ഞാനിങ്ങനെ പത്രം കാവ്യം നടക്കണത് അത്ര ഗുണമില്ല. കൂട്ടുകാരെ ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ അവളൊക്കെ എന്നാ പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രായം ചെന്ന് അപ്പൻ്റെ കൈ പത്രം കൊടുത്ത്. അപ്പോൾ തന്നെ നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നിൻ്റെ എടുപ്പ്, നിൻ്റെ അഹങ്കാരം, നിന്നെ കർത്താവിനെ ഏറ്റുപറയാനുള്ള നിൻ്റെ ആക്ഷേപങ്ങൾ നീ തന്നെ നിന്നെ വിധിച്ചിരിക്കുകയാണ്. ഓർമ്മയുണ്ടാകണം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകൾ കൃത്യമായിട്ട് പാലിക്കപ്പെടാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സകലരും അനുഗ്രഹത്തോടെ ജീവിക്കാൻ നൽകണമേ. ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ സകലരും അണഞ്ഞിടുവിൻ. കരങ്ങൾ ഉയർത്തി അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ